ആദ്യമായി അബാക്കസിന്റെ വേരുറപ്പിച്ച ഹരിശ്രീ അബാക്കസ് 2000 വടകരയിൽ ആരംഭിച്ചു. 2007 ജൂൺ മാസത്തിലാണ് കാർത്തിക അക്കാദമിയുടെ ഉത്ഭവം. സ്ത്രീ ശാസ്ത്രീകരണം ലക്ഷ്യമിട്ടാണ് കാർത്തിക അക്കാദമി ആരംഭിച്ചത്. 2 തയ്യൽ മെഷീനുകൾ തുടങ്ങിയ സംരംഭം ഇന്ന് പ്രീ പ്രൈമറി TTC, മോണ്ടിസോറി TTC, ഫാഷൻ ഡിസൈനിങ്, കമ്പ്യൂട്ടർ കോഴ്സ്, ആര്യ വർക്ക് എന്നു തുടങ്ങിയ സ്ത്രീകളുടെ തൊഴിലധിഷ്ഠിത കോഴ്സുകളെല്ലാം ഇവിടെ നടത്തി വരുന്നുണ്ട്. തന്നെയാണ് കരുത്തുറ്റ സ്ത്രീയുടെ പ്രതീകമാണ് സന്തോഷം അങ്ങേയറ്റത്തെ അഭിമാനവുമുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാർത്തിക അക്കാദമിയുടെ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ച സമയത്ത് ഞാൻ ഒന്ന് രണ്ട് ഡേറ്റുകൾ എന്നോട് ചോദിച്ചു. എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഈ നേരത്തെയും ഇതിന്റെ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇതിന്റെ സ്ത്രീ ശാക്തീകരണത്തിന് അല്ലെങ്കിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ വ്യത്യസ്തമായ വിവിധങ്ങളായ കോഴ്സുകൾ നടത്തി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥാപനം സ്ത്രീകളുടെ മേൽനോട്ടത്തിൽ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഒരു പരിപാടിക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെ മറ്റേത് പരിപാടിക്കാൻ പോകുമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം ഈ ഒരു സ്ത്രീകളുടെ മുന്നോട്ടേക്കുള്ള ഒരു വരവിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ വേദിയിലിരിക്കുന്ന മുഴുവൻ സ്ത്രീകൾ തന്നെയാണ്. ഇവിടുത്തെ കൗൺസിലറും MLA എല്ലാം സ്ത്രീകളായിട്ട് കിട്ടിയത് തന്നെ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകതയായിട്ട് മറ്റൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്കത് പ്രാവർത്തികമാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി സാധിക്കുന്നുണ്ട് എന്നതാണ്. വളരെ അബാക്കസ് കോഴ്സിൽ ആരംഭിച്ച ഒരു അക്കാദമി വിവിധങ്ങളായ കോഴ്സുകൾ ഏറ്റെടുത്തുകൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച് തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അത് വളരെ ചെറിയ ഫീസോടുകൂടി തന്നെ വാങ്ങിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണ് ആത്യന്തികമായി ലക്ഷ്യമിട്ടുകൊണ്ട് ഈ സ്ഥാപനം പോകുന്നത് എന്നറിയുന്നത് തന്നെ വളരെ സന്തോഷമുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും. എങ്ങനെയാണ് സ്ത്രീകൾ ശാക്തീകരിക്കേണ്ടത്? സ്ത്രീകൾ ശാക്തീകരിക്കേണ്ടത് തീർച്ചയായിട്ടും അവനവൻ തന്നെയായിരിക്കണം അതിനകത്ത് നിൽക്കേണ്ട, തീരുമാനങ്ങൾ എടുക്കേണ്ട ആളുകൾ. നമുക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് മറികടന്നു പോകാൻ എനിക്ക് സാധിക്കും എന്ന് മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിക്കുകയും, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമുക്ക് പഴയ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി വളരെയേറെ മുന്നോട്ട് എത്തിയ ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പെൺകുട്ടികളോടൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതില്ല. അവർക്കറിയാം പഴയ കാലത്ത് നമ്മളൊന്നും അനുഭവിച്ച പോലെയുള്ള ഒരു പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതിനെ തട്ടിമാറ്റിക്കൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദ്യം ചെയ്യാനുള്ള കെൽപ്പും തന്റെ ഇടവും ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ വലിയൊരു മാറ്റമാണ്. ആ മാറ്റം ഉണ്ടാക്കിയെടുത്തത് ഒരു രാത്രിയിൽ ഒരു സുപ്രഭാതം നമുക്കുണ്ടായ ഒരു മാറ്റമല്ലത്. വലിയ തോതിലുള്ള സാമൂഹ്യ മാറ്റം, വലിയ തോതിലുള്ള സമരങ്ങൾ ഒക്കെ അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം സമരങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് സ്ത്രീകൾ തന്റെ ഇടത്തോടു കൂടി നിൽക്കാനും സംസാരിക്കാനും തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കാനും ഇത് എന്റേതാണ് എന്ന് പറയാനൊരു ഇടം കണ്ടെത്താനും കൂടി സാധിക്കുന്ന തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേർന്നതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ചേട്ടൻ നിങ്ങളൊക്കെ ആ ചരിത്രം പഠിക്കുന്ന ആളുകളാണ് എന്ന് എനിക്കറിയാം. അത്തരം ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെയാണ് നാം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് മുന്നേറി ചരിത്രപരമായി ഒരു സ്ഥാനത്തെത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഈ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ ഈ കോഴ്സ് ചെറിയ പ്രീ പ്രൈമറി ആയാലും മറ്റേ ഫാഷൻ ഡിസൈനിങ് ആയാലും തുന്നലായാലും മറ്റേത് മേഖലയായാലും തീർച്ചയായിട്ടും നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനും കൂടിയുള്ള ഒരു മാർഗമാണ് നാം കണ്ടെത്തുന്നത്. അപ്പൊ ആ തരത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാക്കുന്ന ധാരണ എന്ന് പറയുന്നത് അത് തന്നെയാണ്. സാമ്പത്തികമായി നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുക, സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഓരോ സ്ത്രീയും ഉണ്ടാക്കിയെടുക്കണം. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ നമ്മൾ ആദ്യകാലത്ത് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മുന്നോട്ടുള്ള ജീവിതത്തിന് നമുക്ക് കരുത്താകും. മനസ്സിന് വളരെയേറെ സന്തോഷം തോന്നി. കാരണം ടീച്ചേഴ്സിന്റെ യൂണിഫോമിട്ട ടീച്ചേഴ്സ് നല്ല അധ്യാപകർക്ക് സ്മാർട്ട്നെസ് കണ്ടപ്പോഴേ മനസ്സിലായി. നല്ല ഗ്രാജുവേഷൻ കുട്ടികൾ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഭാഗ്യലക്ഷ്മി അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്രയും ചെറിയൊരു കോഴ്സ്, അതായത് അബാക്കസ് കോഴ്സ് തുടങ്ങി ഇത്രയും വലിയൊരു കോഴ്സിലേക്ക് എത്തിച്ചേരാൻ സാധിച്ച ഈ ദൈവത്തിന് അനുഗ്രഹം നമ്മൾ പറയേണ്ടതുള്ളൂ. ഒന്നും നമ്മുടെ കഴിവല്ല. ഇപ്പോൾ നമ്മുടെ ബഹുമാനമായ MLA പറഞ്ഞ മതി, ഒന്നും നമ്മുടെ കഴിവുകളാണ് നമ്മൾ വിചാരിക്കേണ്ടത്. എല്ലാം
കഴിവുകളാണ്. അപ്പൊ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഭാഗ്യത്തോട് ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഈ ചെറിയൊരു കോഴ്സും തുടങ്ങി ഇത്രയും വലിയ കോഴ്സിൽ അവസാനിപ്പിക്കാൻ സാധിച്ച ആ ഭാഗ്യലക്ഷ്മിയെ ഞാൻ ശരിക്കും അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ നമ്മുടെ കുട്ടികൾ സ്റ്റാഫിനെയും പലരെയും എനിക്ക് പരിചയമുള്ള മുഖങ്ങളാണ്. അവരൊക്കെ തന്നെ ഞാൻ സന്തോഷത്തോടെ അഭിനന്ദിക്കുന്നു. ഏതായാലും ഇന്നിവിടെ നല്ല കുട്ടികൾ ഇന്ന് നമ്മളെ ഗ്രാജുവേഷൻ ഡേ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ ഗ്രാജുവേഷൻ ഡേ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നുള്ള ദിവസമല്ല. നല്ല പഠിപ്പും ദിവസങ്ങൾ രാത്രി ഉറക്കമൊഴിഞ്ഞുള്ള പഠിപ്പുകൾ, മാനസിക ടെൻഷൻ, പിന്നെ അധ്യാപകരുടെ നേതൃത്വപരമായ അധ്യാപകരുടെ എല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു പരീക്ഷ ജയിച്ച് അവസാനം ഒരു കോഴ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ഞാൻ ഒരു അധ്യാപികയായി എൻ്റെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ജ്ഞാനം, സത്യസന്ധത, സ്നേഹം, കരുണ എന്നിവ വളർത്തുവാൻ എപ്പോഴും പരിശ്രമിക്കും. ശിശുക്കളുടെ വളർച്ചയ്ക്കും വികസനത്തിനും എന്റെ അറിവും കഴിവുകളും സമർപ്പിക്കുന്നു. സമൂഹത്തിനും രാജ്യത്തിനും സത്യസന്ധമായ സേവനം ചെയ്യുന്ന ഒരു മാതൃകയായ അധ്യാപികയായി ജീവിതം നയിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. I welcome our graduates. Now I welcome receive a certificate from our MLA KK Rava ma'am. Farbina. Rehina. Diva, please. Now I welcome our chairman to hand over the certificate. Shamna.
let's welcome our welcome dance team. എനിക്കറിയില്ല. അച്ഛനും അമ്മയും പറയുന്ന കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴും ഏത് കോഴ്സ് എന്നറിയില്ല. അച്ഛനും അമ്മയും പറയുന്ന കോഴ്സ് പഠിക്കാൻ അങ്ങനെ പഠിച്ചതാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജീവിതം കാഴ്ചവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് സന്തോഷം